നമസ്കാരം, ഞാൻ അഡ്വക്കേറ്റ് ജോണി മെതിപ്പാറ. സ്വർണം ഭാരതീയർക്കും വിശേഷിച്ച് മലയാളികൾക്കും വളരെ പ്രിയപ്പെട്ട ഒന്നാണ്. സ്വർണ്ണാഭരണങ്ങൾ അണിയാനും വിവാഹം പോലെയുള്ള ആഘോഷവേളകളിലുമൊക്കെ സ്വർണത്തിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്. സ്വർണത്തിന് ദിനംപ്രതി വില കൂടുകയാണെങ്കിലും സ്വർണത്തോടുള്ള പ്രിയത്തിന് മലയാളികൾക്കും ഇന്ത്യക്കാർക്കുമൊന്നും യാതൊരു കുറവും വന്നിട്ടില്ല. സ്വർണം ഒരു അലങ്കാരം മാത്രമല്ല, ഒരു സമ്പാദ്യമായിട്ട് കൂടിയാണ് ആളുകൾ കരുതുന്നത്. ഒരു വീട്ടിൽ എത്ര സ്വർണം സൂക്ഷിക്കാം? അത് പലർക്കുമുള്ള ഒരു സംശയമാണ്. ആദ്യമേ തന്നെ പറയട്ടെ, ഇന്ത്യയിലെ ഒരു വീട്ടിൽ എത്ര സ്വർണം സൂക്ഷിക്കാം എന്നതിന് പരിധി നിശ്ചയിച്ചുകൊണ്ട് യാതൊരു നിയമങ്ങളും നിലവിലില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. ഒരു വീട്ടിൽ എത്ര സ്വർണം വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാം. പക്ഷേ ഈ സ്വർണം വാങ്ങിയതിൻ്റെ സോഴ്സ് നമുക്ക് വെളിപ്പെടുത്താനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് പാരമ്പര്യമായി കൈമാറി കിട്ടിയ സ്വർണമാണെങ്കിൽ അതിൻ്റെ രേഖകൾ സഹിതം നമുക്ക് തെളിയിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയാണെങ്കിൽ പരിധിയില്ലാത്ത രീതിയിൽ എത്ര സ്വർണം വേണമെങ്കിലും നമ്മൾക്ക് വീട്ടിൽ സൂക്ഷിക്കാം. സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് സോഴ്സ് വെളിപ്പെടുത്താതെ നമുക്ക് സൂക്ഷിക്കാൻ സാധിക്കുന്ന സ്വർണത്തിൻ്റെ ഒരു പരിധി നിർണയിച്ചുകൊണ്ട് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്. അതനുസരിച്ച് വിവാഹിതയായ ഒരു സ്ത്രീക്ക് 500 ഗ്രാം സ്വർണവും അവിവാഹിതയായ സ്ത്രീക്ക് 250 ഗ്രാം സ്വർണവും ഒരു പുരുഷന് 100 ഗ്രാം സ്വർണവും കൈവശം വയ്ക്കാം എന്നാണ് ആ സർക്കുലർ പ്രകാരം പറയുന്നത്. അതിൽ കൂടുതൽ സ്വർണം കൈവശം വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ സോഴ്സ് വെളിപ്പെടുത്താനായിട്ട് ബാധ്യസ്ഥരാണ്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ടാക്സ് സംബന്ധമായി നമ്മുടെ ഒരു വീടുകൾ പരിശോധിക്കുകയാണെങ്കിൽ മേൽപ്പറഞ്ഞ പരിധിയിൽ കൂടുതൽ സ്വർണം കണ്ടെത്തിയാൽ അതിൻ്റെ സോഴ്സ് വെളിപ്പെടുത്താനായിട്ട് അതിൻ്റെ ഉടമയ്ക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് ആ സ്വർണം പിടിച്ചെടുക്കാം, അല്ലെങ്കിൽ നികുതിയും പിഴയും ഒക്കെ ആ ആളിൽ നിന്ന് ഈടാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും ഓർക്കേണ്ട കാര്യം, സ്വർണം വീട്ടിൽ സൂക്ഷിക്കുമ്പോൾ അതിന് മതിയായ രേഖകളും ബില്ലുകളും സൂക്ഷിക്കുക. അത് പാരമ്പര്യമായി കൈമാറി കിട്ടിയതാണ് എങ്കിൽ അത് തെളിയിക്കുന്നതിനാവശ്യമായ രേഖകൾ നമ്മൾ കരുതി വയ്ക്കുക. അങ്ങനെയാണെങ്കിൽ അനാവശ്യമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളിൽ നിന്ന് തീർച്ചയായിട്ടും നമുക്ക് ഒഴിവാകുവാനായിട്ട് സാധിക്കും. നന്ദി.